ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ ആഴ്ചയും ചിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 131ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ മാസം 4-ാം തീയതി ശനിയാഴ്ച. സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്കാണ് ചിക്കാഗോയിൽ നിന്ന് വീക്കിലി റൗണ്ടപ്പ് സംപ്രേഷണം ചെയ്യുന്നത്. എന്നാൽ ഇന്നലെ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായ നിമിത്തം വെള്ളിയാഴ്ച അത് പ്രക്ഷേപണം ചെയ്യാൻ സാധിച്ചില്ല. ഞങ്ങളുടെ പ്രേക്ഷകർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ വീണ്ടും ക്ഷമ ചോദിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ഈ വീക്കിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഈ ആഴ്ച മുഴുവനും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്ന ദിവസങ്ങളായിരുന്നു. വലിയ നോയമ്പിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് ക്രൈസ്തവ സമൂഹം കടക്കുകയാണ്. ഇന്നലെ ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു, ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ ഓർക്കുന്ന ദിവസങ്ങളാണ്. നാളെ ക്രൈസ്തവ ജനത വളരെ അത്യാഹ്ലാദപൂർവ്വം ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ദിവസമാണ് ഈസ്റ്റർ. യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടായിരുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന് അനുഭവിക്കാവുന്ന എല്ലാ യാതനകളും അനുഭവിച്ചുകൊണ്ട്, വേദനകൾ അനുഭവിച്ചുകൊണ്ട്, പീഡനങ്ങളേറ്റുകൊണ്ട് എന്നെയും നിങ്ങളെ ഒക്കെ രക്ഷിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ സ്വർഗത്തിൻ്റെ മണിമകുടമായിരുന്ന യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഓർമ്മയിലൂടെ കടന്നുപോയ ഞങ്ങളുടെ പ്രേക്ഷകരുടെയൊക്കെ മുമ്പിൽ നാളെ ഒരു ഈസ്റ്റർ കടന്നു വരികയാണ്. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്നത് വളരെ പ്രത്യാശയാണ്, വളരെ സന്തോഷമാണ്, അത് ആനന്ദമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യമായിട്ട് തന്നെ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ കാത്തിരുന്ന, തനിക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന, കണ്ണുനീരോടെ കാത്തിരുന്ന മറിയയ്ക്കായിരുന്നു. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു ക്രിസ്തു ഉദ്ധാരണം ചെയ്ത ശേഷം, ഉയർത്തെഴുന്നേറ്റ ശേഷം അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന മറിയയ്ക്ക് പ്രത്യക്ഷരായിട്ട് ചോദിക്കുന്നു, സ്ത്രീയെ, നീ കരയുന്നത് എന്തിന്? ഇന്ന് ഈ സമയത്ത്, ഈ ശനിയാഴ്ച രാവിലെ ഞങ്ങളുടെ പ്രേക്ഷകരെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സജീവമായി യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു ഉത്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ അരികിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ ജീവിതം കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയൊക്കെ സൈഡിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ സന്നിധിയിലേക്ക്, നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന് നമ്മൾ എന്തിനെ കരയുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആ ഈസ്റ്റർ ആശംസകൾ, ആ പുനരുത്ഥാനത്തിൻ്റെ ആശംസകൾ ഇന്ന് രാവിലെ സമയം തന്നെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. രണ്ടാമത് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് വളരെ ഭയവിഹുല്യരായിരുന്ന ശിഷ്യന്മാരുടെ നടുവിലാണ്. അവരെല്ലാവരും വളരെ പേടിച്ച്, യഹൂദന്മാരെ പേടിച്ച് അവരൊരു മുറിക്കകത്ത് കഥകടച്ചിരിക്കുമ്പോൾ അവരുടെ നടുവിൽ വന്ന് അവരെ ബലപ്പെടുത്തിയ യേശു ക്രിസ്തു. ഞങ്ങളെ കേൾക്കുന്നവരുടെ ആരെങ്കിലും ഭയത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, കണ്ണുനീരോടെ കടന്നു പോകുന്നുവെങ്കിൽ, വേദനയോടെ, ആശങ്കയോടെ, എന്താണ് അടുത്തത് ചെയ്യുവാൻ എന്താണെന്ന് അറിയാൻ പാടില്ല വേദനപ്പെടുന്നുവെങ്കിൽ, അവരുടെ മുമ്പിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ശക്തവും സജീവമായ വാക്കുകളിൽ അവരെ താങ്ങി ബലപ്പെടുത്തി മുമ്പോട്ട് നടത്തുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവനെ സമർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. ട്രംപിൻ്റെ നയങ്ങൾക്കും ഇറാൻ യുദ്ധത്തിനുമെതിരെ നോ കിങ് എന്ന മുദ്രാവാക്യവുമായി നടന്ന പ്രതിഷേധ റാലിയിൽ ജനലക്ഷങ്ങൾ പങ്കെടുത്തു. മിനിസോട്ട കേന്ദ്രമാക്കി നടത്തിയ റാലിയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലും അനുഭാവ റാലികൾ നടന്നു. സമാധാനപരമായിരുന്നു റാലികളെങ്കിലും ലോസ് ആഞ്ചലസിൽ നടന്ന റാലി ചെറിയ അക്രമങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ലണ്ടനിലും പാരീസിലും സമാനമായ പ്രകടനങ്ങൾ നടന്നു. എന്നാൽ വൈറ്റ് ഹൗസ് ഈ റാലികളെ തള്ളിപ്പറഞ്ഞു. അമേരിക്കയ്ക്കെതിരായ റാലിയാണ് നടക്കുന്നതെന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞു. നോ കിങ് മുദ്രാവാക്യമാണ് ഈ സമര പ്രതിഷേധ റാലികൾ ഉയർത്തിയത്. ആരും രാജാവല്ല, അവരെല്ലാം ജനങ്ങളുടെ ഒപ്പമാണ്, അല്ലെ ജനങ്ങൾക്കാണ് പ്രാധാന്യമെന്ന ആ സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ റാലിയിലാണ് ജനലക്ഷങ്ങൾ പങ്കെടുത്ത് ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ പ്രതിഷേധം ഉയർത്തിയത്. ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം 1 മാസം പിന്നിടുമ്പോഴും യുദ്ധം എന്ന് അവസാനിപ്പിക്കുമെന്ന് 100% ഒരു നിശ്ചയമില്ലാതെയാണ് ലോക നേതാക്കൾ. ഇന്നലെയും അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിൽ നിന്ന് ഉടൻ തന്നെ പിന്മാറുമെന്നും യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ എന്ന് അവസാനിക്കുമെന്നുള്ളതിനെക്കുറിച്ച് അനിശ്ചിതാവസ്ഥയാണ് ഇറാനിലും നിലനിൽക്കുന്നത്.
ഹോർമിസ് കടലിടുക്ക് തുറന്ന് സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പാക്കുവാൻ 30 രാഷ്ട്രങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുമെന്ന് ഇതിനിടയിൽ ബ്രിട്ടൻ പ്രഖ്യാപിച്ചു. അതിനുള്ള ശ്രമം തുടങ്ങിയതായി ബ്രിട്ടൻ അറിയിച്ചു. ഗൾഫ് കൺട്രീസ് GCC കൺട്രീസ് അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഹോർമിസ് കടലിടുക്ക് തുറന്ന് ചരക്ക് ഗതാഗതം സുഗമമാക്കുവാൻ അമേരിക്ക വീണ്ടും ശക്തമായി ഇടപെടണമെന്ന് GCC രാജ്യങ്ങൾ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റും പലപ്പോഴും വ്യതിചലിക്കുകയാണെന്ന് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ കുറ്റപ്പെടുത്തി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ആഴ്ചയിൽ ഫ്ലോറിഡയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ആർടെമിസ് 2 വിക്ഷേപണം വിജയകരമായി നടന്നുവെന്ന് നാസ വ്യക്തമാക്കി. 54 വർഷത്തിന് ശേഷമാണ് 4 പേരടങ്ങുന്ന സംഘം ചന്ദ്രനിലേക്ക് കഴിഞ്ഞ ബുധനാഴ്ച യാത്ര തിരിച്ചത്. 10 ദിവസം ചന്ദ്രനെ ചുറ്റി സംഘം തിരിച്ചെത്തുമെന്നാണ് നാസയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വിക്ഷേപണം വിജയകരമായിരുന്നുവെന്നും ഇതുവരെയുള്ള അതിൻ്റെ പ്രോഗ്രസ് വളരെ ആശാവഹമാണെന്നും നാസയുടെ അനുദിനമുള്ള റിപ്പോർട്ടിൽ പറയുന്നു. ഏറെ ആശങ്ക ഉണർത്തിയ FCRA ബിൽ കേന്ദ്ര ഗവൺമെൻറ് ചർച്ചയ്ക്കെടുക്കാതെ മാറ്റിവെച്ചു. ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന നിയമ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് പാസ്സാക്കിയെടുക്കുവാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പ്രമാണിച്ച് മാറ്റിവെച്ചെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു നിയമമാണ്, ഭേദഗതികളാണ് കേന്ദ്ര ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവിധ ക്രൈസ്തവ സംഘടനയുടെ നേതാക്കന്മാരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കനത്ത പ്രതിഷേധമാണ് ഈ നിയമ ഭേദഗതിക്കെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളെ സാരമായി ബാധിക്കുന്ന ഭേദഗതികളാണ് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഈ നിയമം പിൻവലിക്കണമെന്ന ഭേദഗതിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രൈസ്തവരെ പൊതുവെ ബാധിക്കുന്ന ഒരു നിയമമാണ് FCRA ഭേദഗതി നിയമമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് വിദേശത്ത് നിന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് സഭാവിശ്വാസികൾ അയക്കുന്ന പണം അത് ഏതിനു വേണ്ടി അയക്കുന്നുവോ അതിനല്ലാതെ മാറ്റി ചെലവഴിച്ചാൽ അത് ഈ നിയമം മൂലം നിയമലംഘനമാകുകയും അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ FCRA ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും. FCRA ലൈസൻസ് റദ്ദാകുന്നതോടെ ആ സ്ഥാപന ജംഗമ വസ്തുക്കൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശിക്കുന്ന ആ പ്രത്യേക വിഭാഗത്തിൻ്റെ കീഴിലേക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം മാറുന്നുവെന്നുള്ള അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഭേദഗതി എന്ന് പറയുന്നത്. കുറേക്കൂടെ വിശദമാക്കി പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് സഭാവിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികൾ ഒരു പക്ഷേ അനാഥശാലകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്കൂളിൻ്റെ നടത്തിപ്പുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയൊക്കെ അയക്കുന്ന പണം, ആ പണം അതിനുവേണ്ടി മാത്രമേ വിനിയോഗിക്കാവൂ എന്നുള്ളതാണ് പുതിയ നിയമം. ഏതെങ്കിലും ക്രൈസ്തവ സംഘടനകൾ ആ പണം ഉപയോഗിച്ച് മറ്റ് സമാനമായിരിക്കുന്ന ഒരു കാര്യത്തിന് ഉപയോഗിച്ചാൽ ഈ നിയമമനുസരിച്ച് അവരുടെ FCRA ലൈസൻസ് നഷ്ടപ്പെടുന്നു. ലൈസൻസ് നഷ്ടപ്പെടുമ്പോൾ നിയമം ലംഘനം പ്രമാണിച്ച് ആ സ്ഥാപന ജംഗമ വസ്തുക്കൾ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും FCRA ലൈസൻസ് പുതുക്കണമെന്നും ഈ പുതിയ നിയമം അനുശാസിക്കുന്നു. ഈ 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും തിരിമറികൾ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് നിഷേധിക്കപ്പെടുന്നതാണ്. വളരെ പ്രതിസന്ധികൾ ഉണർത്താവുന്ന ഈ നിയമത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ക്രൈസ്തവ മേലധ്യക്ഷന്മാർ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആവശ്യപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഈ ഭേദഗതി പാസ്സാക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഇത് പാസ്സാക്കാം. ഇത് പാസ്സാക്കുന്നതോടെ ന്യൂനപക്ഷങ്ങൾ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ വിദേശ കറൻസികൾ ലഭിച്ച് കേരളത്തിൽ, ഇന്ത്യയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുടെ, സഭകളുടെ അധികാരത്തിന്മേൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കടിഞ്ഞാണ്ടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഭേദഗതികളെന്നും നിയമജ്ഞന്മാർ രേഖപ്പെടുത്തുന്നു. ലോക സമാധാനത്തിനും ആഗോള ഉണർവിനുമായി പെന്തക്കോസ്ത് സഭയുടെ ആഗോള വ്യാപകമായി പ്രാർത്ഥന വാരം നടന്നു. മാർച്ച് 30 മുതൽ ഏപ്രിൽ 4 വരെയാണ് അഖില ലോക പ്രാർത്ഥനാ വാരമായി വേർതിരിച്ചത്. ലോകമെമ്പാടുമുള്ള TPM സഭാ പാസ്റ്റർമാരും വിശ്വാസികളും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവിലെയും വൈകിട്ടും
ആഗോള സമാധാനത്തിനു വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ വനിതാ സമാജത്തിൻ്റെ വാർഷിക ജനറൽ ക്യാമ്പ് മെയ് 4 മുതൽ 6 വരെ തിരുവല്ലയിൽ വെച്ച് നടക്കുമെന്ന് സംഘടനയുടെ ജനറൽ ഭാരവാഹികളായ പ്രസിഡന്റ് സിസ്റ്റർ സൂസൻ തോമസ്, വൈസ് പ്രസിഡന്റ് സിസ്റ്റർ സുജ നൈനാൻ, സെക്രട്ടറി സിസ്റ്റർ മറിയാമ്മ ജോയി എന്നിവർ അറിയിച്ചു. മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ജനറൽ കൺവെൻഷൻ ഏപ്രിൽ 4-5 തീയതികളിൽ മൂവാറ്റുപുഴയിൽ വെച്ച് നടന്നു. റവറന്റ് സജു വർഗീസ് അച്ഛൻ ഉദ്ഘാടനം നടത്തി. ഡോക്ടർ കെ മുരളീധരൻ, പാസ്റ്റർ ജോ തോമസ് എന്നിവർ ദൈവവചനം സംസാരിച്ചു. ഗുഡ് ന്യൂസ് വാരികയുടെ ബോർഡ് അംഗം ശ്രീ ബാബു വടക്കേക്കൂറ്റിൻ്റെ ഭാര്യ മാതാവ് അമ്പിണി എബ്രഹാം 98 വയസ്സ് കേരളത്തിൽ വെച്ച് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. സംസ്കാരം ഏപ്രിൽ 6 തീയതി മാവേലിക്കര ശാലിയം IPC സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കും. ജോയിസ് സോമൻ, പാസ്റ്റർ ബ്ലിസ് എബ്രഹാം, ജെയിംസ് എബ്രഹാം, ഫിലിപ്പ് എബ്രഹാം, മേഴ്സി ബാബു ഡാളസ്, ജോളി ജോൺ ഷിക്കാഗോ എന്നിവരാണ് മക്കൾ. 28 പ്രശസ്ത ക്രിസ്തീയ ഗാനങ്ങൾ രചിച്ച ഫാദർ ജസ്റ്റിൻ പാറയ്ക്കൽ 91 വയസ്സ് കഴിഞ്ഞ ദിവസം നിര്യാതനായി. പൈതലാം യേശുവേ, ദൈവം പിറക്കുന്നു തുടങ്ങിയ വളരെ വിഖ്യാതങ്ങളായിരിക്കുന്ന നിരവധി ഗാനങ്ങൾ എഴുതിയ അച്ഛനാണ് ഫാദർ ജസ്റ്റിൻ പാറയ്ക്കൽ അച്ഛൻ. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും സഭാജനങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ദുഃഖത്തിലും വേദനയിലും ഞങ്ങളും പങ്കുചേരുന്നു. IPC കാനഡ റീജിയൻ കൺവെൻഷൻ ഓഗസ്റ്റ് 1-2 തീയതികളിൽ ടൊറോണ്ടോയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഭാരവാഹികളായ പാസ്റ്റർ എബി ബെൻ, ബെറിൽ തോമസ്, സജു യോഹന്നാൻ എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകും. ഡാളസ് ഫിലദൽഫിയ ചർച്ച് പുതിയ ആരാധനാലയത്തിലേക്ക് മാറുന്നു. അതിൻ്റെ സമർപ്പണ ശുശ്രൂഷ ഏപ്രിൽ 25 ഡാളസിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ PC ജേക്കബ് അറിയിച്ചു. ആദ്യത്തെ ആരാധന ഏപ്രിൽ 26 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് സഭാ മന്ദിരത്തിൽ നടക്കും. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്ട് സൂപ്രണ്ടായി റവറന്റ് ഡോക്ടർ TJ ഷാമുവൽ, അസിസ്റ്റന്റ് സൂപ്രണ്ടായി റവറന്റ് തോമസ് ഫിലിപ്പ്, സെക്രട്ടറിയായി റവറന്റ് ജോസ് T ജോർജ്, ട്രഷററായി റവറന്റ് യാഹത്ത് മണി, കമ്മിറ്റി മെമ്പറായി റവറന്റ് ബാബു വർഗീസ് എന്നിവർ കഴിഞ്ഞ ആഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെ സൂം പ്ലാറ്റ്ഫോമിലുള്ള മീറ്റിംഗ് ഏപ്രിൽ മാസം 11 തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്കുണ്ടായിരിക്കുമെന്ന് സംഘടനയുടെ ഭാരവാഹികളായിരിക്കുന്ന സിസ്റ്റർ മോളി എബ്രഹാം, സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിച്ചു. ഈ സൂം മീറ്റിംഗിൽ സിസ്റ്റർ മിനി ബിനോയ്, സിസ്റ്റർ ബിൻസി ഡാനി എന്നിവർ ദൈവവചനം സംസാരിക്കും. ഷിക്കാഗോ ഫിലദൽഫിയ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രത്യേക സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ സഭാ മന്ദിരത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഷിക്കാഗോ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പ്രത്യേക സമ്മേളനം ശനിയാഴ്ച ഇന്ന് 7 മണിക്കും നാളെ 9:30 മണിക്കും 10:45 രാവിലെ സഭാ ഹാളിൽ വെച്ച് നടക്കുന്നതാണെന്ന് സീനിയർ പാസ്റ്റർ അറിയിക്കുന്നു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ആഴ്ചയിലാണ് വോട്ടെടുപ്പ്. അതിനുശേഷം 1 മാസം പിന്നീട് കഴിയുമ്പോൾ അതിൻ്റെ വോട്ടെണ്ണലും നടക്കുകയാണ്. 140 നിയോജക മണ്ഡലത്തിൽ ആരായിരിക്കണം ഞങ്ങളുടെ MLA എന്ന് അറിയിക്കുവാൻ ജനങ്ങളുടെ ഹിതം രേഖപ്പെടുത്തുന്ന വോട്ടെടുപ്പ് അടുത്തയാഴ്ച നടക്കുകയാണ്. മലയാള മനോരമയുടെ ഏറ്റവും അവസാനത്തെ സർവേ അനുസരിച്ച് 69 മുതൽ 81 സീറ്റ് വരെ UDF നിലനിർത്തുമെന്നും 57 മുതൽ 69 വരെ LDF പിടിച്ചെടുക്കുമെന്നും 1 മുതൽ 5 വരെ സീറ്റുകൾ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്കും ആയിരിക്കുമെന്നും മനോരമയുടെ വോട്ടർ മെഗാ ഇലക്ഷൻ സർവേയുടെ അഭിപ്രായ വോട്ടെടുപ്പിൽ പറയുന്നു. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും UDF ആധിപത്യം നേടുമ്പോൾ തെക്ക് ഭാഗത്ത് LDFനാണ് പ്രാതിനിധ്യം കൂടുതൽ എന്നാണ് സർവേ വെളിപ്പെടുത്തുന്നത്. നമുക്ക് ആര് ജയിച്ചാലും കേരളത്തിൽ ഭരണഘടനാപരമായിരിക്കുന്ന ജനാധിപത്യ മൂല്യമുള്ള ഭാരവാഹികൾ വിദഗ്ധന്മാർ വരട്ടെ, അല്ലെങ്കിൽ അതുപോലുള്ള നമ്മളെ ഭരിക്കുന്നവർ വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. വളരെ സമാധാനപൂർവ്വമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിലുണ്ടായി. നമ്മുടെ ജനാധിപത്യ അവകാശങ്ങളും മത ന്യൂനപക്ഷ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ് വീണ്ടും വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. മറക്കരുത്, നാളെ ഈസ്റ്ററാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആ പ്രത്യാശയുടെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ ഒരു പക്ഷേ ഇപ്പോൾ
അല്പം ബുദ്ധിമുട്ടുകളുടെയും ദുഃഖത്തിലൂടെയും പ്രയാസത്തിലൂടെയും നിരാശയിലൂടെയും ഒക്കെ കടന്നുപോവുകയാണെങ്കിൽ മറന്നു പോകരുത്, ഒരു ദുഃഖവെള്ളിക്ക് 2 ദിവസം കഴിയുമ്പോൾ ഒരു ഈസ്റ്റർ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ ആ ശക്തി, ആ ശക്തി, ഉയർപ്പിൻ്റെ ശക്തി നമ്മളെ മുന്നോട്ട് നയിച്ച് നമുക്ക് സന്തോഷമുള്ള ഒരു ജീവൻ നയിപ്പാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീക്കിലി റൗണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു.